കുവൈറ്റ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക സിഇഒ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിനെ സംബന്ധിച്ചുള്ള തൊഴിൽ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇപ്പം ഇത് അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പൽ ഏരിയയിൽ അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബെഞ്ച് മാർക്സ് ഒക്കെ എല്ലാ രാജ്യങ്ങളിലും സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ കൃത്യമായ നടപടി എടുക്കേണ്ടത് ആ രാജ്യത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷനാണ്. ഞാൻ അറിഞ്ഞത് ആ അഹമ്മദി ഗവർണറേറ്റിലെ ഈ ഒരു മുനിസിപ്പൽ ഏരിയയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജീവനക്കാരെയും കുവൈറ്റ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു എന്നാണ്. ഓക്കെ, കണക്ക് എന്ന് പറഞ്ഞത് 24 പേര് തിരിച്ചറിഞ്ഞതിൽ 22 പേര് മലയാളികളാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 2 പേരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചിട്ട് ഇനിയും കൃത്യത വരേണ്ടിയിരിക്കുന്നു. 12ഓളം പേര് ഇപ്പം ഇന്റൻസീവ് കെയർ യൂണിറ്റിലുണ്ട്. മരണമടഞ്ഞവരിൽ തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ ബോഡി റിപ്പാട്രിയേഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് വരുന്നു. ഓട്ടോപ്സി കംപ്ലീറ്റ് ആയി എന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, എംബാമിങ്, അങ്ങനെയുള്ള നിയമപരമായ ചില നടപടിക്രമങ്ങൾ, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ സ്പീഡിൽ ചെയ്തു വരുന്നു. എല്ലാം പൂർത്തിയാകുന്ന പക്ഷം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് അയക്കും എന്നുള്ള വിവരമാണ് ഇപ്പം നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. 22 പേര് മലയാളികളാണ്. ഇപ്പം 12 പേരാണ് ഗുരുതരാവസ്ഥയിലുണ്ടെന്ന് അറിയുന്നു. ഓക്കെ, താങ്ക് യു. കുവൈറ്റ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക സിഇഒ ആണ് മാധ്യമങ്ങളെ കണ്ടത്. 22 മലയാളികൾ മരിച്ചുവെന്നും 12 പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുമാണ് പറയുന്നത്. അതിൽ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. തിരിച്ചറിഞ്ഞവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇന്ന് തന്നെ അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്നുമാണ് നോർക്ക സിഇഒ ഇപ്പോൾ വ്യക്തമാക്കിയത്.